നല്ല ഭാഗ്യമുണ്ട് നമ്മൾ ആനക്കുളത്ത് എത്തിയതുണ്ട്. ഏതാണ്ടൊരു 8ഓളം ആനകളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നുണ്ട്, വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട്. നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഒരു ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ആനക്കുളം പോകണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചത്. എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, എന്നാൽ സ്ഥിതിക്ക് ആനയെ കണ്ടില്ലെങ്കിൽ ആനക്കുളം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആനക്കുളം ലക്ഷ്യമാക്കി പോവാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 6:30. നമ്മളൊരു 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും ആനക്കുളം. ഒരു 1-1.5 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്തു മാക്സിമം. എന്നിട്ട് ആനയെ കണ്ടു, നമുക്ക് ഭാഗ്യമുണ്ട്. കണ്ടില്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ല, ദാറ്റ്സ് ഓൾ. കാരണം കാട് ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ മോഹിക്കുന്ന എല്ലാം കാട് നമുക്ക് തരില്ല. തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമുക്ക് ചില സൈറ്റിങ്സ് കിട്ടുക. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് സൈറ്റിങ്സ് ഒന്നും കിട്ടൂല, കാട് അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും പോയി നോക്കാം. അപ്പോൾ ഹാപ്പി ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇവിടെ നോക്കിയൊരു പടക്കുള്ള ആളുണ്ട് ആനയെ കാണാൻ. എല്ലാവരും ഇങ്ങനെ ആനയെ കണ്ട് എൻജോയ് ചെയ്യാണ്. ആനകളത് അവിടെ അടിപൊളിയായിട്ട് വെള്ളം കുടിച്ച് കുളിക്കണൊക്കെ ഉണ്ട്. എന്തായാലും വി ആർ ലക്കി. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 20 മിനിറ്റോളമായി. ഇപ്പോഴും അവരതേ അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തായാലും പറയണ്ടോ, ഇന്നത്തെ ദിവസം അർത്ഥമായി. അതിനെ തള്ളി മാറ്റാൻ നോക്കണ്ടല്ലേ. തള്ളി മാറ്റാൻ നോക്കുക അതിനെ. ഇനി സൈഡ് കൊണ്ട് ഇങ്ങനെ തട്ടുണ്ടാവും. അപ്പോൾ നോക്കി നിൽക്കിയതേ ഒരു 4 മാനുകൾ കൂടി വന്നിട്ടുണ്ട്. മാനുകളെ കണ്ട ആന ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. മാനുകൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ. ആ മുകളിലായിട്ട് അവിടെ നിൽക്കണം. അപ്പം നിങ്ങളിപ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും എനിക്കങ്ങനെ താടി ഇത്രയും വളർന്ന മുടി വളർന്നല്ലോ. അപ്പോൾ എന്താ പറയുക, തൊട്ട് കഴിഞ്ഞ ഷോട്ടിൽ ആനക്കുളത്ത് നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇത്രയും താടിയും മുടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്രോ എടുക്കുന്നത് കേട്ടോ ആ വീഡിയോയുടെ. സത്യം പറഞ്ഞാൽ അന്നുണ്ടല്ലോ ആനക്കുളത്ത് പോയി നമ്മൾ ഒരു 11 മണിയോട് കൂടിയാണ് അടിമാലിയിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങണത്. വീടെത്തിയപ്പോൾ രാത്രി 1 മണിയായി. അപ്പോൾ വന്നപ്പോൾ ആകെ ടയേർഡായിട്ട് ഔട്ട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാനത് വിട്ടും പോയി ഔട്ട്രോ എടുക്കാൻ ആ കാര്യം. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വ്ളോഗുകളൊക്കെ വന്നു തുടങ്ങി, ഓരോന്നായിട്ട് അങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചത് അയ്യോ ഔട്ട്രോ എടുക്കാൻ മറന്നല്ലോ എന്ന്. അപ്പം അങ്ങനെ എടുക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഔട്ട്രോ. ഏതാണ്ട് ഒരു 1.5 ആഴ്ച ഈ ഒരു ട്രിപ്പ് പോയി വന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ആ ഒരു ആനക്കുളത്തൊരു എക്സ്പീരിയൻസ് ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് എന്താ തോന്നുന്നത് ആ ഒരു ആനക്കുളത്തെ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ആനക്കുളത്തെ വീഡിയോ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോ. അപ്പൊ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ഇത്ര അടുത്ത് ഇങ്ങനെ കാണുന്നെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഒരു 50 മീറ്റർ ദൂരേ ഉള്ളൂ, നമ്മൾ നിൽക്കുന്ന സ്ഥലവും അതും തമ്മിൽ ഒരു 50 മീറ്റർ ഉണ്ടാവുള്ളൂ. അവിടെ അവരിങ്ങനെ അവരുടേതായ ഇതിലിങ്ങനെ നിൽക്കേണ്ടത്, ഇത്രയും ആൾക്കാർ ചുറ്റും നിൽക്കേണ്ടതൊന്നും അവർക്ക് യാതൊരു ഇതുമില്ല. ആനകൾ അവരുടെ വെള്ളം കുടിക്കുന്നു. ആ വെള്ളം കുടിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. കാലും തുമ്പിക്കൈയും കൊണ്ട് മണലിങ്ങനെ മാന്തി 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 ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ആയിട്ട് വെള്ളം വരണ്ട. അതാണ് എടുത്ത് കുടിക്കുന്നത്. അതിന് അത് പറഞ്ഞപ്പോഴാണ് ആനകളെ അച്ഛനും അമ്മയും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കല്ലിങ്ങനെ കാലുകൊണ്ട് തട്ടണത് ശ്രദ്ധിച്ചായിരുന്നല്ലേ അവിടെ? അതുപോലെ അവരുടെ തുമ്പിക്കൈന്റെ അറ്റം വെള്ള കളർ, ഈ മണ്ണ് മാന്തിയിട്ടാണോ എന്താ അറിയില്ല. അവിടെ കണ്ട ആനകളുടെ, ഇവിടെ കാണുന്ന ആനകളെ പോലെയല്ല, അവരുടെ തുമ്പിക്കൈന്റെ അറ്റം നല്ല വെള്ള കളറായിട്ടുണ്ട്, നല്ല വൃത്തിയുള്ളത്. പിന്നെ അപ്പോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ആ ഒരു സ്പെസിഫിക് സ്പോട്ടിൽ നിന്ന് മണ്ണിന്റെ അടിയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ എന്നാണ്. അപ്പോൾ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഏതൊരു വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും ഇത് കുറെ കുടിച്ചു കഴിയുമ്പോ ഒരു മത്ത് പിടിച്ച പോലെ, ബാറിന് വെള്ളം അടിച്ചിറങ്ങിയ പോലെയാണ്. ഭയങ്കര ബഹളം, അടിയും കളിയാണോ അതോ അടി കൂടുകയാണോ എന്തൊക്കെ അറിയില്ല. അവര് അതുണ്ട്. പിന്നെ ചിഹ്നം വിളിക്കുന്നുണ്ട്, കൊമ്പ് കോർക്കുന്നുണ്ട്. അതിലേറെ രസം കുഞ്ഞു കുട്ടികളുണ്ട്, കുട്ടികള്
അവര് നമ്മള് രണ്ട് കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ നിർത്തുന്നുണ്ട്, അമ്മാനെ ഒരു കുട്ടിയെ വേറെ നിർത്തുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് വലിയൊരു കുറച്ച് വലുതായിട്ടുള്ള ഒരു വികൃതിയാനുണ്ട്, അതിനെ പോയി ഇത് തോണ്ടാൻ പോണു, അത് ഇതിനെ കുത്താൻ വരുന്നു. അങ്ങനെ ശരിക്കും നമ്മൾ ഈ കുട്ടികൾ കാണിക്കുന്ന പോലെ നല്ല രസമായിരുന്നു. ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ഞങ്ങളൊരു 1.5 മണിക്കൂർ അവിടെ നിന്നു. അപ്പോഴൊക്കെ ഇതന്നെയാണ് അവിടെ സംഗതി. പക്ഷെ പിന്നെ ഞങ്ങളെ സമയം ഞങ്ങൾക്ക് ഇവിടെ എത്തണ്ടേ, അപ്പൊ പിന്നെ ഞങ്ങൾ പോകുന്നു. ഒരു 1.5 മണിക്കൂർ അവിടെ നിന്നുള്ളൂ. ഈ 1.5 മണിക്കൂറും ഇവരുടേതായ ലോകത്ത്. നമ്മളിപ്പോ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ചില ആൾക്കാര് അധികം ബഹളം വെക്കുന്നൊന്നുമില്ല, എന്നാലും ചെറിയ പിള്ളേരൊക്കെ നന്നായിട്ട് ബഹളം വെക്കുന്നുണ്ട്. എന്നാ അപ്പൊ അവരൊന്നും ഇങ്ങോട്ട് നോക്കൊന്നുമില്ല. വണ്ടികളുടെ ലൈറ്റ് അടിക്കുന്നുണ്ട്, വണ്ടികളുടെ ലൈറ്റ് വരുന്നുണ്ടായിരുന്നു, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവര് അവരുടേതായ ലോകത്ത് മാത്രം. ഭയങ്കര ഒരു എന്താ പറയാ, വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛനെന്ത് തോന്നുന്നു? ഈ ആനകൾ ഇത്ര അടുത്ത് നമ്മൾ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും നേരമൊക്കെ കണ്ടിട്ടില്ല. എന്തായാലും ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് ആനക്കുളത്തേക്ക് മാത്രമായിട്ട് ഒരു തവണയും കൂടി പോകണം. അച്ഛനൊക്കെ ഇങ്ങനെ പറയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിരളമാണ് കേട്ടോ. അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ സ്റ്റേ എടുത്ത് ഒരു രാത്രി മുഴുവൻ ആനകളെ കണ്ട് നിൽക്കണം എന്നൊക്കെ. അതെന്തായാലും ഒരു അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ഥലം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഔട്ടർ എടുക്കുമ്പോൾ പ്രശോഭേട്ടൻ നമ്മുടെ ഒപ്പമല്ല. പ്രശോഭേട്ടനോട് ഞാൻ തീരാത്ത നന്ദി പറയുന്നുണ്ട്. കാരണം ആ മൂപ്പര് വണ്ടി അടിക്കാനുള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പുറത്തിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയും ഭംഗിയുള്ള വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറഞ്ഞു. അതെ, തിരിച്ചു വരുമ്പോൾ ഒരു ദുർഘടം പിടിച്ച വഴി ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ ചതിക്കിട്ടോ. ഞങ്ങൾ അടിമാലിക്കുള്ള ഒരു വഴി കയറിയത് കുത്തനിറക്കുള്ള ഒരു വഴി. അമ്മയൊക്കെ പേടിക്കായിരുന്നു. എതിരെ വരുന്ന സ്കൂട്ടറുകാര് പിന്നിലുള്ള ആളെ ഇറക്കി വിട്ടിട്ട് ഒറ്റയ്ക്കാ ഓടിച്ചു കയറും. കാരണം പിന്നിലെ ആളിരിക്കുമ്പോൾ വലിഞ്ഞു കയറൂല. രാത്രി നേരമാണ്. അപ്പൊ ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു വഴി, അതെ, അങ്ങനത്തെ വഴി കൂടെ പോലും വണ്ടിയൊക്കെ ഓടിച്ച് എന്താ പറയാ, ആ ഒരു മൈൻഡ് പവറോ വിൽ പവറോ കളയാതെ മൂപ്പര് വണ്ടി ഓടിച്ച് എത്തിച്ച് നമ്മളെ. അടിമാലിയും തിരിച്ചിങ്ങോട്ട് ഞാനെടുത്ത പാവം ക്ഷീണ ഉണ്ടായിരുന്നു, കാലൊക്കെ വേവിച്ച് ക്ലച്ച് വാങ്ങി. അപ്പം മൂപ്പര ഇറങ്ങിക്കോട്ടെ വിചാരിച്ചു. എന്തായാലും മൂപ്പരോട് നന്ദി പറഞ്ഞു. മൂപ്പരില്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. പിന്നെ ഓഫ് കോഴ്സ് ഡാഡി മമ്മി സ്പോൺസർ ചെയ്ത്, എന്നെയൊക്കെ സ്പോൺസർ ചെയ്ത് ഈ ഒരു ട്രിപ്പ് സ്പോൺസർ ചെയ്ത് വരാണ്. അപ്പോൾ ഇവരോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയണം. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു, ഭയങ്കര മെമ്മറബിൾ ട്രിപ്പായിരുന്നു. ഏതൊരു ഘട്ടത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ പോയി പൊന്മുടി ഡാം പോയി, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഗവി ഷൂട്ട് ചെയ്ത സ്ഥലം, അപ്പം അതിൻ്റെ കൂടെയൊക്കെയുള്ള ഒരു യാത്രയും ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ പോയ സമയവും സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. പൂപ്പാറ സ്റ്റേ ആണെങ്കിലും അത് നല്ല സ്റ്റേ ആയിരുന്നു. പിറ്റേ ദിവസം നമ്മൾ രാവിലെ അരുവിയിൽ പോയി കുളിച്ചു. അതൊക്കെ ഞാനിറങ്കൽ ഡാമിൽ ആകെ ഒരു പ്രശ്നം വെച്ചാൽ വെയിലായിരുന്നുള്ളൂ, പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളവിടെ പോയി ലക്ഷ്മി എസ്റ്റേറ്റിൽ പോയി. അതുവരെ 1.5 റോഡ് മോശമാണ് കേട്ടോ. അവിടെയും പ്രസവപേട്ടന വണ്ടി ഓടിച്ച്. മൂപ്പരില്ലെങ്കിൽ ഇപ്പം എനിക്ക് ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ. അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു ആണെങ്കിലും ട്രൈ ചെയ്യണം. റോഡ് മോശമാണ്. അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം വഴി പോയാൽ മതി. നാരോ റോഡൊക്കെ തന്നെയാണ്, പക്ഷെ അടിപൊളി റൂട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടാവും എൻ്റെ ചാനലിൽ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ എന്താണെങ്കിലും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ഒന്നുകൂടിയും പോവാം. പക്ഷെ നമ്മൾ പ്രയോറിറ്റി എപ്പോഴും കൊടുക്കുന്ന പോവാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണം. പോവാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു തീർത്ത് നമ്മൾ ഇവിടെയൊക്കെ വീണ്ടും പോവും എപ്പോഴെങ്കിലൊക്കെ. എന്താണെങ്കിലും ആനക്കുളത്ത് നമ്മൾ എന്തായാലും പോവും, അത് തീരുമാനിച്ച കാര്യമാണ്. അതെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നെ സഹിച്ച് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സഹിക്കുന്നവർക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ ദാറ്റ് ടൈം സ്പെൻഡ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നതിന്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഒക്കെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അയക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ വീഡിയോകൾ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കുന്നത്. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണമല്ലോ, നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് ഗ്രാഫ് മുകളിലേക്ക് ആവണമല്ലോ. അപ്പോൾ അതിന് നിങ്ങളുടെ സഹായം വേണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും അടിപൊളി ലൊക്കേഷൻസിൻ്റെ അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ പറയല്ലേ. ബൈ ബൈ.